നമ്മൾ കുംഭമേളയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ വിഷയം ഒന്ന് ചെറുതായിട്ട് വഴിമാറിപ്പോയി. അപ്പോൾ കുംഭമേള ജനുവരി 15 ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കുംഭമേള? ആചാരപരമായിട്ട് കുംഭമേളയുടെ ഐതിഹ്യം സമുദ്ര മഥനവുമായി ബന്ധപ്പെട്ടാണ്. അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞ് അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞ് അമൃതകുംഭം ഉയർന്നു വരുന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത്, അമൃതിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇതുകൊണ്ട് ഈ അമൃതകുംഭം അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ അമൃതകുംഭവുമായി പറന്ന് നടന്നു. നിലത്ത് വയ്ക്കി അവരുടെ ഇടയിൽ പോവാതിരിക്കാൻ വേണ്ടി പറന്ന് നടന്നു. അപ്പോൾ ആ പറക്കുന്നതിൻ്റെ ഇടയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഭാരതത്തിലെ 4 തീർത്ഥഘട്ടങ്ങളിൽ ഗരുഡൻ ഓരോ സമയത്ത് ഇറങ്ങി വിശ്രമിച്ചു. അപ്പോൾ തീർത്ഥങ്ങളിലേക്ക് അസുരന്മാരുടെ ഒരു പ്രവേശനം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിനി, നാസിക് ഈ 4 സ്ഥലങ്ങളിൽ. അപ്പോൾ ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷമായിട്ടാണ് പറയുന്നത്. 12 ദിവസമാണ് ഈ ദേവാസുര യുദ്ധം നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗരുഡൻ വന്ന് ഇറങ്ങിയിരുന്ന സമയത്ത് ആ അമൃതകുംഭത്തിൽ പറ്റിയിരിക്കുന്ന അമൃതിൻ്റെ അംശങ്ങൾ ഈ നദിയിൽ തീർത്ഥസ്നാനങ്ങളിൽ കലരുകയും ഇതേ സമയം വീണ്ടും വരുമ്പോൾ, അതായത് 12 വർഷം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ അവിടെ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അവിടെ ദേവന്മാരും സപ്തർഷികളടക്കമുള്ള ഋഷീശ്വരന്മാരും യക്ഷഗന്ധർവ കിന്നരാദികളും മറ്റ് സന്യാസിമാരും എല്ലാ ഭക്തജനങ്ങളും എല്ലാം അവിടെ സ്നാനം ചെയ്യാൻ എത്തുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരെല്ലാം വരുന്നതുകൊണ്ട്, സന്യാസിമാരെല്ലാവരും വരുന്നതുകൊണ്ട് ആ പുണ്യത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഭാരതത്തിലെമ്പാടുമുള്ള ഭക്തന്മാരും വരുന്നു. അപ്പോൾ അങ്ങനെ ഈ 4 സ്ഥലങ്ങളിലാണ് 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുക. ഒരു വ്യാഴവട്ടം കൊണ്ടാണ് കുംഭമേള നടക്കുക. അതിൽ പ്രയാഗിലും ഹരിദ്വാറിലും ഒരു അർദ്ധകുംഭ് എന്നുള്ള രീതിയിൽ 6 വർഷം കൂടുമ്പോൾ ഒരു കൂടിച്ചേരലും നടക്കുന്നുണ്ട്. പ്രയാഗ്രാജിൽ ഇത് കൂടാതെ മാഘമേള എന്ന് പറയുന്നത് എല്ലാ വർഷവും കൽപ്പവാസം ചെയ്യുക എന്ന് കൂടി പറയും. കാരണം അവിടെ ജനുവരി പകുതി തൊട്ട് ഫെബ്രുവരി പകുതി വരെ ഒരു മാസം അവിടുത്തെ ഗൃഹസ്ഥരായിട്ടുള്ള ആളുകൾ, സന്യാസിമാരല്ല, ഗൃഹസ്ഥരായിട്ടുള്ള ആളുകൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറിയിട്ട് അവിടെ വന്ന് അവരുടെ പൂജകളും ഗ്രന്ഥപാരായണവും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമായിട്ട് കഴിയും. അതൊരു കൽപ്പം തപസ് ചെയ്താൽ, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ് ഒരു കൽപ്പം, ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലം ഇവിടെ ഒരു മാസം ഈ തപോവൃത്തിയിലിരുന്നാൽ ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ ആ പ്രയാഗ്രാജിൽ കൽപ്പവാസം, അർദ്ധകുംഭമേള, പൂർണ്ണകുംഭമേള, അങ്ങനെ 3 ഇതുണ്ട്. ഹരിദ്വാറിൽ അർദ്ധകുംഭമേളയും പൂർണ്ണകുംഭമേളയുണ്ട്. ഉജ്ജയിനിലും നാസിക്കിലും പൂർണ്ണകുംഭമേളയുണ്ട്. അങ്ങനെയാണ് കുംഭമേളകളുടെ ഒരു ഐതിഹ്യപരമായിട്ടുള്ള. ഇത്തവണത്തെ കുംഭമേളയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്, ഇനി 100 വർഷം കഴിഞ്ഞേ വരുള്ളൂ എന്നൊക്കെ ചില പ്രചാരണം കണ്ടല്ലോ. അല്ല, അത് മഹാകുംഭമേള എന്ന് പറയുന്ന, അതായത് 12 കുംഭമേളകൾ കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയെ മഹാകുംഭമേള എന്നുള്ള നിലയിൽ പ്രയാഗ്രാജിലെ മാത്രം മഹാകുംഭമേള എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ മഹാകുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വ്യത്യാസവും പൂർണ്ണകുംഭമേളയും മഹാകുംഭമേളയുമായിട്ട് പ്രത്യക്ഷത്തിലില്ല. രണ്ടാമത്തെ കാര്യം, അഖാഡകൾക്കകത്തെ, കാരണം അഖാഡകളാണ് കുംഭമേളയുടെ നേതൃസ്ഥാനത്തുള്ളത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ 13 അഖാഡകളാണ് ഈ കുംഭമേളയുടെ നേതൃസ്ഥാനത്തുള്ളത്. കുംഭമേളകളിലെ ഏറ്റവും ഈ ഷാഹി സ്നാന ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥഘട്ടിൽ സ്നാനം ചെയ്യുക ഈ നാഗസന്യാസിമാർ, വൈരാഗികൾ, ഉദാസീനുകൾ. ഷാഹി സ്നാനിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പോൾ അതാണ് കുംഭമേളയുടെ പ്രധാന റിച്വൽ. കുംഭമേളയിൽ നടക്കുന്ന കുംഭമേളയിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ കുളിയാണ് നടക്കുന്നത്. അത് ഈ മുഹൂർത്ത ദിവസങ്ങളിൽ ഗംഗയിൽ സ്നാനം ചെയ്യുക. ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിദ്വാറിൽ ഗംഗ, പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി, ഉജ്ജയിനിൽ ക്ഷിപ്ര, നാസിക്കിൽ ഗോദാവരി, അങ്ങനെ 4 നദികളിൽ ആ തീർത്ഥഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുക എന്നുള്ളതാണ് കുംഭമേളയുടെ റിച്വൽ. ഈ ജനുവരി 15 കുംഭമേള എവിടെയാണ് നടക്കുന്നത്? പ്രയാഗ്രാജിലാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോകണം, കുംഭമേളയ്ക്ക് പോകണം, എന്ന് പോകണം, എവിടേക്ക് പോകണം, എന്തെങ്കിലും പ്രത്യേക അനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതുണ്ടോ? അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? അതിൽ കുംഭമേളയിൽ ജനുവരി 13 മകരസംക്രമത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം എന്നുള്ള നിലയ്ക്ക് തുടങ്ങുന്നത്. പക്ഷേ 13 പൗർണമിയുടെ അന്ന് സ്നാനം തുടങ്ങും. 13 സ്നാനം തുടങ്ങും. ശിവരാത്രിയുടെ ഫെബ്രുവരി 26 തോന്നുന്നു ശിവരാത്രി വരെയാണ് പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങളുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്നാനം ജനുവരി അവസാനം വരുന്ന മൗനി അമാവാസി എന്ന് പറയുന്ന അമാവാസി ദിനത്തിലെ സ്നാനമാണ്. മറ്റുള്ളത് വസന്തപഞ്ചമി, അങ്ങനെ ഒരു 7ഓളം സ്നാന ദിവസങ്ങളുണ്ട്, ഷഹി സ്നാന ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ഷഹി സ്നാന ദിവസങ്ങളിൽ
അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. കോടിക്കണക്കിന് ആളുകൾ 50 കോടി ആളുകൾ പങ്കെടുക്കുന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ. അതായത് കഴിഞ്ഞ കുംഭമേളയിൽ ഏകദേശം 50 കോടിയുടെ അടുത്ത ആളുകൾ വന്നു. അർദ്ധകുംഭിൽ 2019 നടന്ന അർദ്ധകുംഭിൽ. അതിനു മുമ്പ് 2013 നടന്ന പൂർണ്ണകുംഭിൽ സാറ്റലൈറ്റ് ഇമേജറി അനുസരിച്ച് അവിടെ വന്നത് ഒരു 20 കോടി ആളുകളുടെ അടുത്താണ് ഈ 2-3 മാസം സമയം കൊണ്ട്. അപ്പോൾ ഈ സ്നാന ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. ഷഹി സ്നാന ദിവസത്തിൽ 5 കോടി 6 കോടി ആളുകളാണ് ഒറ്റ ദിവസം അവിടെ വരിക. അപ്പോൾ ഉത്തരഭാരതത്തിൽ നിന്നോ അടുത്തുള്ള ആളുകൾ, ഇപ്പോൾ പ്രയാഗ്രാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വെൽ കണക്റ്റഡ് ആണ്. ട്രെയിനുകൾ നല്ല എല്ലാ യാത്രാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് റോഡുകളൊക്കെയാണ് ഒന്നാന്തരം റോഡുകളായി. അതെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രയാഗ്രാജിലെത്തും. അഖാഡകളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അഖാഡകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും അഖാഡയുടെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതും അതെല്ലാം പ്രയാഗ്രാജ് കുംഭമേളയിലാണ്. ആ പ്രയാഗ്രാജ് കുംഭമേള അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള തിരക്ക് മറ്റുള്ള കുംഭമേളകളെ അപേക്ഷിച്ച് കൂടുതൽ തിരക്കുണ്ടാവും. അതിൽ ഹരിദ്വാറാണ് പിന്നെ ഏകദേശം അതേ ക്രൗഡ് വരുന്നത്. ഞാൻ ചോദിച്ചതിന് ഉത്തരവായില്ല. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് പോകണം, എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്? പ്രയാഗ്രാജിലേക്ക് നമ്മൾ പോകുന്നത്, കേരളത്തിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പ്രയാഗ്രാജാണ്. ഇവിടെ നിന്നൊരു ട്രെയിൻ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് പ്രയാഗ്രാജിലേക്ക്, നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊച്ചിയിൽ നിന്ന്. അതായത് എറണാകുളം പാറ്റ്ന എക്സ്പ്രസ്, അത് പ്രയാഗ്രാജ് പിന്നെ ബനാറസ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഞായറാഴ്ചയാണ് പുറപ്പെടുക. ഞായറാഴ്ച രാത്രി, അത് ശനിയാഴ്ച അർദ്ധരാത്രി, ചൊവ്വാഴ്ച അവിടെ എത്തുന്നുള്ള രീതിയിലുള്ള ട്രെയിനാണ്. പിന്നെ ഫ്ലൈറ്റിന് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലക്നൗ എയർപോർട്ട്, പ്രയാഗ്രാജ് ഒരു എയർപോർട്ട് ഫ്ലൈറ്റ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്. നേരിട്ടുള്ള ഫ്ലൈറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ എന്നാലും ലക്നൗ എയർപോർട്ടിലാണ്, അല്ലെങ്കിൽ ബനാറസ് കാശി എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നൊരു 100-120 കിലോമീറ്റർ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ വ്രതം എടുക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുംഭമേളയ്ക്കായിട്ട് വ്രതം എടുക്കേണ്ട നിയമങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓരോ പരമ്പരയിലും ഓരോ അനുഷ്ഠാനങ്ങളിലോ എന്തെങ്കിലും നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഇതിനകത്തേക്ക് വരുന്നു, അതിനനുസരിച്ചിട്ട് അവനവൻ്റേതായിട്ടുള്ള വ്രതനിഷ്ഠകൾ എന്തെങ്കിലും പാലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ എനിക്ക് കേട്ടിട്ട് പേടി വരുന്നു. 50 കോടി ആളുകൾ വരും. ഈ ഷഹി സ്നാനിൻ്റെ അന്ന് 5 കോടി ആളുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. 5 കോടി ആളുകളൊക്കെ ഒരു പ്രയാഗ്രാജിലേക്ക് വന്നാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു മാനേജ്മെൻറ്റാണ്. കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിൽ എന്ന് പറയുന്നത് ഹാർവാർഡ് ബിസിനസ് സ്കൂളിൻ്റെയൊക്കെ പ്രതിനിധികൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. ഒന്ന്, ഈ കുംഭമേള ക്ഷേത്രം എന്നാണ് മേള നടക്കുന്ന സ്ഥലത്തെ നമ്മൾ പറയുക. ഈ ക്ഷേത്രം മുഴുവൻ ഉണ്ടാക്കുന്നത് ക്ഷേത്രം ഉണ്ടോ അവിടെ പെർമനൻ്റ് ആയിട്ട്, അതോ താൽക്കാലികമായിട്ട്? അതായത് ടെൻറ്റ് സിറ്റി, ലോകത്തെ ഏറ്റവും വലിയ ടെൻറ്റ് സിറ്റി, താൽക്കാലികമായിട്ടുള്ള ടെൻറ്റ് സിറ്റി ഉണ്ടാവുകയാണ്. അത് ഈ മണപ്പുറത്ത്, അതായത് ഗംഗ ഒഴുകുന്ന ഏകദേശം നമ്മളുടെ ഒരു ഇപ്പോൾ നമ്മുടെ കൊച്ചി എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയൊക്കെ വിശാലമായിട്ടുള്ള മണപ്പുറമാണ്. ആ മണപ്പുറത്ത് അത് നല്ല മഴക്കാലത്ത് മുഴുവൻ നിറഞ്ഞൊഴുകുന്ന സ്ഥലമാണ്, ഗംഗ നിറഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. പക്ഷേ ഈ സമയത്ത് അത് ഓരോ സെക്ടറുകളായി തിരിച്ച് അതിൽ വഴികളുണ്ടാക്കി, മുക്തിമാർഗ്, കാളിമാർഗ് തുടങ്ങിയിട്ടുള്ള വഴികളുണ്ടാക്കി അതിനെ ഓരോന്ന് നമ്മുടെ ഇവിടുത്തെ വാർഡുകൾ ഒക്കെ പോലെ സെക്ടറുകളാക്കി തിരിച്ച് ഓരോ സെക്ടറിനും ഒരു റേഷൻ കട, ഒരു ഫയർ സ്റ്റേഷൻ, ഒരു വില്ലേജ് ഓഫീസർ, ഇങ്ങനെയൊക്കെ റേഷൻ കടയ്ക്ക് എന്തിനാ അത് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഓരോ ആശ്രമങ്ങൾക്ക്, ഓരോ അഖാഡകൾക്ക് വലിയ ക്യാമ്പുകൾ ഉണ്ടാവും, മറ്റുള്ള ആശ്രമങ്ങൾക്ക്, പിന്നെ പൊതു സർവീസ് ചെയ്യുന്ന ആളുകൾക്ക്, ഹോസ്പിറ്റലുകൾക്ക്, ഇവർക്കൊക്കെ സ്ഥലം അനുവദിച്ച് അങ്ങനെയാണ് ഈ കുംഭമേള ക്ഷേത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ ആശ്രമങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസംബറിലാണ് നമ്മൾ ആശ്രമങ്ങളൊക്കെ അവിടെ വരിക. മാർച്ച് വരെയും ചില അഖാഡകൾ, ചില ആശ്രമങ്ങൾ വിഷു വരെയും, അത്രയും കാലം അവിടെ ഉണ്ടാവും. അവരുടെ ചടങ്ങുകൾ കുറച്ചും കൂടി നീണ്ടുപോകും. ഇപ്പോൾ ശിവരാത്രി വരെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്, ചിലരുടെ നീണ്ടുപോകും. അതുവരെ ഗവൺമെൻറ് ഈ ആശ്രമങ്ങൾക്കും അഖാഡകൾക്കുമൊക്കെ ഒരു സിസ് കോട്ടേജ്, ടോയ്ലറ്റ്, വാട്ടർ കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ, റേഷൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ നൽകും. റേഷനും നൽകും അഖാഡകൾക്കും ആശ്രമങ്ങൾക്കും. അപ്പോൾ അവിടെ ഭക്ഷണത്തിന് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് എല്ലാവർക്കും അവിടെ ഭക്ഷണം കിട്ടും. ആശ്രമങ്ങളുടെ വക സൗജന്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ തീർത്ഥാടകർ നടന്നു പോവുകയാണെങ്കിൽ അവരെ വിളിച്ചു കയറ്റി ഭക്ഷണം തരുന്ന സ്ഥലങ്ങളാണ് കുംഭമേളയിലുള്ള ഇതൊക്കെ. അപ്പം അങ്ങനെ അവിടെ ഈ ടെൻറ്റ് സിറ്റി 4 മാസത്തേക്ക് വേണ്ടിയിട്ടൊരു ടെൻറ്റ് സിറ്റി ഉണ്ടാവുകയാണ്. ആ ടെൻറ്റ് സിറ്റി ഇപ്പോഴേ ആരംഭിച്ചു കാണുമല്ലേ? ശരിക്കും 1 വർഷം മുമ്പേ ആരംഭിക്കും.
ഓ അത് ശരി. കുംഭമേളയ്ക്ക് മാത്രമായിട്ടൊരു മന്ത്രിയുണ്ട്, ചീഫ് സെക്രട്ടറിയുടെ അതേ കുംഭമേളയ്ക്ക് ഒരു മന്ത്രിയോ? അതായത് ഒരു വകുപ്പ്, നമ്മുടെ ഇവിടെ ദേവസ്വമൊക്കെ പോലെ ഒരു വകുപ്പ് കുംഭമേളയ്ക്ക് മാത്രമാണ്. അപ്പോൾ ആ മന്ത്രിയുടെ ചെയർമാൻഷിപ്പിലാണ് കുംഭമേള സമിതി പ്രവർത്തിക്കുക. കുംഭമേള അധികാരി എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായിട്ടുള്ള റാങ്കിലുള്ള ഒരാൾ കുംഭമേള അധികാരിയായിട്ടുണ്ടാവും. പിന്നെ വലിയ രീതിയിൽ സെക്രട്ടറിമാരും എല്ലാവരും ചേർന്നിട്ടുള്ള വലിയൊരു സംവിധാനമുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ലാഭമുള്ള ഒരു ബിസിനസ്സാണ്, കച്ചവടം കൂടിയാണ്. കാരണം സർക്കാരിന് ഏകദേശം ഒരു 2000-3000 കോടിയാണ് ചെലവ് വരിക. അതിൻ്റെ 4-5 ഇരട്ടിയാണ് റവന്യൂ ഈ സമയം കൊണ്ട് ഉണ്ടാവുക. വിദേശികളും എല്ലാ സ്ഥലങ്ങളും വരികയും ഇതിൻ്റെ ടാക്സുകളും നേരിട്ടുള്ളതും നേരിട്ടില്ലാത്തതുമായിട്ടുള്ള തൊഴിലവസരങ്ങൾ, ഏകദേശം 10 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സമയത്ത്. അങ്ങനെ വലിയ രീതിയിൽ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാകുകയും അവിടുത്തെ പ്രദേശവാസികൾക്കും വരുമാനം ഉണ്ടാവുകയും ഒക്കെ. എനിക്കൊരു സംശയം ഇപ്പോൾ തോന്നിയത്, ഈ റവന്യൂവിൻ്റെ കാര്യമൊക്കെ മനസ്സിലായി, പക്ഷേ ഈ വലിയ ആൾക്കൂട്ടം പൊതുവെ പേടിയുള്ള ആളാണ് ഞാൻ. ഇത്രയും വലിയ ക്രൗഡിൽ നമുക്ക് ഭയങ്കരമായ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടത്തില്ല? അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള മാനേജ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ തിരക്കൊന്നുമില്ല. അതായത് ഈ ഷഹീസ്നാൻ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് വിജനമായിട്ടുള്ള വഴികൾ, ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ, ഒരുപാട് പാലങ്ങൾ, ഇതൊക്കെ കാണും. ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഷഹീസ്നാൻ്റെ ദിവസമേ അറിയൂ, അന്നേ മനസ്സിലാവുള്ളൂ. ഇവരെല്ലാവരെയും വരുന്ന ആളുകളെ ഓരോരോ ഘാട്ടുകളിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ ക്യൂ, അത് തലേന്ന് രാത്രി തൊട്ടേ തന്നെ ആ ക്യൂ തുടങ്ങും. മെയിൻ ഘാട്ടിൽ, അതായത് സംഘം പോയിന്റിൽ അഖാടകളിലെ സന്യാസിമാർ മാത്രമാണ് സ്നാനം ചെയ്യുക. ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ഓരോ ലൈനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലൈനുകളിൽ ഇങ്ങനെ ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ലൈനിലും ക്യൂ നിൽക്കും. അവർ ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് വേറെ വഴിക്കൂടെയാണ്. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് അതിന് പ്ലാൻ ചെയ്യാനുള്ളൊരു മാനേജ്മെൻറ്റ് കുംഭമേള, എല്ലാ പോലീസ് സംവിധാനങ്ങൾ, ആർമിയുടെ സംവിധാനങ്ങൾ, അങ്ങനെ ആർമിയുണ്ട്. അങ്ങനെ മുഴുവൻ സംവിധാനങ്ങളും അവിടെയുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു ക്രൗഡിനാണ്, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും എവിടെയാണെങ്കിലും തിക്കും തിരക്കോ സംഭവിക്കില്ല എന്നുള്ളതല്ല, അതൊക്കെ സംഭവിക്കാം. മാനേജ് ചെയ്യാനുള്ള ഇപ്പോൾ കഴിഞ്ഞ കുംഭമേളയ്ക്ക് കുറച്ച് പേര് റെയിൽവേ സ്റ്റേഷനിൽ മുകളിൽ നിന്ന് ട്രെയിൻ വന്നപ്പോൾ ട്രെയിനിൻ്റെ മുകളിലേക്ക് എടുത്ത് ചാടുകയുണ്ടായി. അങ്ങനെ 5-8 പേര് മരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അതിബുദ്ധിയോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ തിക്കും തിരക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളതൊന്നും നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ക്രൗഡിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ കുംഭമേളയ്ക്ക് ഒന്നും അറിയണ്ട. ഞാനപ്പോൾ വേറെ സംശയം, ഇതിപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കേരളത്തിൽ നിന്ന് കുറേ ആളുകൾ കുംഭമേളയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റില്ല. അവിടെ ചെന്നാൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവുമോ? താമസിക്കാൻ ഈ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ടും സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ടെൻറ്റുകൾ ധാരാളം ഈ കുംഭമേള നഗരിയിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ വാടക ഉണ്ടാവുള്ളൂ? അല്ല, വാടകയില്ലാതെ സൗജന്യമായി തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ചെറിയൊരു സൗകര്യം ഈ കുംഭമേള തൊട്ട് ഒരുക്കുന്നുണ്ട്. നമ്മുടെ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അഖാഡ കൂടാതെ, അഖാഡയിലെ പൊതുവിൽ പബ്ലിക്കിന് താമസിക്കാനൊന്നും അതെവിടെയാണ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, നമുക്കത് ലൊക്കേഷൻ നമുക്ക് അനുവദിക്കണം, ഗവൺമെന്റ് അനുവദിക്കണം. അത് ഡിസംബറിലാണ് ആ ഓരോ സ്ലോട്ടുകൾ. നമ്മളവിടെ ബോർഡൊക്കെ വെക്കുമോ? എന്തായിരിക്കും നമ്മുടെ ബോർഡിൽ ഉണ്ടാവുക? നമ്മുടെ കാളികാപീഠം ശ്രീ ജൂന അഖാഡ ദക്ഷിണ ഭാരതം എന്നുള്ളതായിരിക്കും. അപ്പൊ അത് പ്രേക്ഷകർ ഓർത്തിരിക്കുക, കാളികാപീഠം ജൂന അഖാഡ ദക്ഷിണ ഭാരതം ഒരു ബോർഡ് കണ്ടാൽ നമ്മുടെ സാധു ആനന്ദവനം സ്വാമിയെ ഓർക്കുക. അവിടെ നമ്മൾ വരുന്ന ആളുകൾക്ക് താമസവും ഭക്ഷണത്തിനും ഒക്കെയുള്ളൊരു സംവിധാനം നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ കൊണ്ട് തന്നെ, ഇപ്പോൾ അത് നമ്മളുടെ ഇത് കൂടാതെ കൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും പരിമിതമായ സൗകര്യങ്ങളിൽ താമസത്തിനും ഭക്ഷണത്തിനും ഒരു മണപ്പുറമാണല്ലോ, അതെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. ഈ പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള സൗകര്യം, ധാരാളം ടോയ്ലറ്റുകൾ, അതായത് ഈ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഒരുപാട് താൽക്കാലികമായിട്ട് ക്ലീനിങ് ഒക്കെ നടക്കും വളരെ ഭംഗിയായിട്ട് ചെയ്യും അല്ലേ? വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ, അതായത് ഒരു ചെറിയ കരടോ മറ്റുള്ള കാര്യങ്ങളോ പോലും റോട്ടിലില്ലാത്ത വിധത്തിലുള്ള ടോയ്ലറ്റുകളും എല്ലാ ദിവസങ്ങളും, അതായത് ഇപ്പോൾ ആശ്രമങ്ങൾക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റുകൾ അവർ തന്നെ ക്ലീൻ ചെയ്യും. പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ രാവിലെ ഒരു 8 മണി 10 മണിയൊക്കെ ആവുന്ന സമയത്താകുമ്പോഴേക്കും എല്ലാവരും ശുചീകരണ തൊഴിലാളികൾ വന്ന് ക്ലീൻ ചെയ്യും. അതുകൂടാതെ ഇപ്പം ഇപ്പോഴും ഒരു പുറത്ത് വിസർജനം നടത്തുക എന്ന് പറയുന്ന ഒരു സംഗതിയിലുള്ള അതൊരു ശീലമായി മാറിയിരിക്കുന്ന ഒരുപാട് പേര് പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പം അതിനു വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടെയും രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് അവിടെയും വളരെ വൃത്തിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും
വളരെ രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ. അതുകൂടാതെ അടുത്ത് ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഈ കുംഭമേള ക്ഷേത്രത്തിൽ ഇത് കൂടാതെ, അതായത് ഈ ആശ്രമങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ ടെൻറ്റുകൾ കൂടാതെ ഗവൺമെൻറ് ലേലം ചെയ്ത് സ്ഥലങ്ങൾ കൊടുക്കും. അവിടെ പല ഹോട്ടൽ യൂണിറ്റുകളും 5 സ്റ്റാർ ഫെസിലിറ്റി അടക്കമുള്ള ടെൻറ്റുകൾ വരെ ഒരുക്കുന്നുണ്ട്. അത് ഒരു ദിവസം ഒരു 20,000 രൂപ 25,000 രൂപയൊക്കെ വാടകയൊക്കെ കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളിൽ താമസിക്കാം. അത് പല രീതിയിലുള്ള വാടകയ്ക്ക് താമസിക്കാവുന്ന ടെൻറ്റ് സൗകര്യങ്ങളുണ്ട്. ഡോർമെട്രി പോലുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ താമസ സൗകര്യം പ്രശ്നമേ അല്ല. പിന്നെ തൊട്ട് ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്താണ് പ്രയാഗ്രാജ് ടൗൺ. അവിടെ ഹോട്ടലുകൾ എല്ലാ തരത്തിലുള്ള നേരത്തെ ബുക്ക് ചെയ്ത് പോകും. അങ്ങനെ ബുക്ക് ചെയ്യുന്ന ഒരു സംവിധാനമൊന്നുമില്ല. അത്രയധികം ഹോട്ടലുകളുണ്ട്. കാരണം എല്ലാവരും ടെന്റുകളിൽ താമസിക്കാനാണ് പ്രിഫർ ചെയ്യുക. ഗംഗാതീരത്ത് അതായത് ഉത്തര ഭാരതത്തിൽ വരുന്ന എല്ലാ ആളുകളും ഏതെങ്കിലും ആശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഈ കേരളത്തിൽ മാത്രമാണ് ആശ്രമങ്ങളെയോ സന്യാസിമാരെയോ ഒന്നും കാര്യമായി ഗൗനിക്കാത്തത്, ബന്ധമില്ലാത്തത്. കാരണം നമ്മൾ സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ ഉത്തരഭാരതത്തിൽ പൊതുവിൽ നമ്മൾ പരിവ്രജനം ചെയ്യുക സാധുക്കൾ. ഒരു 2-3 മണിക്കൂർ നടക്കുമ്പോഴേക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണത്തിനുള്ള വ്യവസ്ഥ ചെയ്യട്ടെ, കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഭക്ഷണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധുവിന് 2 ദിവസം താമസിക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉത്തരഭാരതത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. എവിടെ ചെന്നാലും ഉണ്ട്. അതെ, കേരളത്തിൽ തീർത്ഥാടനത്തിന് ഒരു സാധു വന്നു, കണ്ണൂർ ഇറങ്ങി, അത്യാവശ്യം കുറിയൊക്കെ തൊട്ട് ഒരാളുടെ അടുത്ത് തന്നെ ചെന്നിട്ട് സന്യാസിക്ക് എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഒരാളൊരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുക്കില്ല. അങ്ങനെയുള്ളൊരു വ്യത്യാസം കേരളത്തിലുണ്ട്. പക്ഷേ ഉത്തരഭാരതത്തിൽ അങ്ങനെയല്ല. വരുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലും ആശ്രമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ അവർ ആ ആശ്രമങ്ങളിൽ നിൽക്കാനും ആശ്രമങ്ങളോട് അനുബന്ധമായിട്ട് നിൽക്കാനും മേള ക്ഷേത്രത്തിൽ താമസിക്കാനുമാണ് അവർ താല്പര്യപ്പെടുക. അപ്പോൾ അതുകൊണ്ട് അതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷഹി സ്നാനത്തിൻ്റെ അന്നത്തെ ദിവസം അവിടെ വന്നിറങ്ങാം എന്ന് വിചാരിച്ച് ആരും വരരുത്. അത് പണിയാവും. കാരണം ഒരു 2 ദിവസം മുമ്പും 2 ദിവസം ശേഷവും അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു 1/2 കിലോമീറ്റർ മുമ്പ് നിന്ന് കാണാം. അത്രേ പറ്റൂ. അത്രയും പാക്കഡ് ആയിരിക്കും. ട്രെയിനിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ആ ട്രെയിനിലൊക്കെ വേറെ ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞ് കയറിയിട്ടുണ്ടാവും, സീറ്റൊന്നും കിട്ടില്ല. അതെ. അപ്പോൾ അതിൽ ഷഹി സ്നാൻ്റെ ദിവസങ്ങളിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു 2 ദിവസം മുമ്പ് അവിടെ എത്താനും 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ. അല്ലാത്ത ദിവസങ്ങളിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അങ്ങനെ നമുക്ക് ഭയപ്പെടുത്തുന്ന ക്രൗഡൊന്നും നമുക്ക് ദൃശ്യമാകാവുന്ന തരത്തിലുണ്ട്. പക്ഷേ ഇത്രയും വലിയ സ്ഥലത്ത് പരന്ന് കിടക്കുകയാണ്, നമുക്കത് അറിയില്ല. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ ഈ കുംഭമേളയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരാൾ പോയി അവിടെ സ്നാനം കഴിഞ്ഞു, തൊട്ടടുത്ത് മറ്റെന്തൊക്കെയാണ് കാണാനുള്ളത്? അവിടെ ഭാരതത്തിലെ എല്ലാ ആശ്രമങ്ങളുടെയും ടെൻറ്റുകളുണ്ടാവും. ഓരോ ആശ്രമങ്ങളിലും ആ ആശ്രമത്തിൻ്റേതായിട്ടുള്ള കാര്യക്രമങ്ങൾ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ചില ആശ്രമങ്ങളിൽ വലിയ ഹോമങ്ങളും യജ്ഞങ്ങളും നടക്കുന്നുണ്ടാവും. ചില ആശ്രമങ്ങളിൽ കഥ പറയുക എന്ന് പറയും, നമ്മുടെ ഇവിടെ ഭാഗവത സപ്താഹമൊക്കെ പോലെ കഥ പറയുന്ന ഇതുണ്ടാവും. ചില സ്ഥലത്ത് അതൊരു കലാരൂപങ്ങൾ പോലെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ചില സ്ഥലത്ത് ആചാര്യന്മാരുടെ പ്രവചനം എന്ന് പറയും, നമ്മുടെ ഇവിടുത്തെ പ്രഭാഷണം എന്നുള്ള രീതിയിൽ പ്രവചനം നടക്കുന്നുണ്ടാവും. ചില സ്ഥലത്ത് ശാസ്ത്രാർത്ഥം നടക്കുന്നുണ്ടാവും, അതായത് ഈ ആധ്യാത്മിക വിഷയങ്ങളിലെ തർക്കങ്ങൾ നടക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് താല്പര്യം എന്തിലൊക്കെയാണോ അതെല്ലാം അവിടെയുണ്ട്. പിന്നെ വേണമെങ്കിൽ കാശിക്ക് പോകാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാശി, അയോധ്യ, ഗോരഖ്പൂർ, ഇപ്പുറത്തെ ചിത്രകൂടം, വിന്ധ്യാവാസിനി, ഇതെല്ലാം അതിന് ചുറ്റുമാണ്. അപ്പോൾ ഏത് സ്ഥലങ്ങളിലേക്കും പോകാം. അപ്പോൾ ഏതായാലും കുംഭമേള എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ അഭിമാനകരമായ ഒരു അടയാളമാണ്. അതിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കുക എന്നുള്ളത് ഒരു ജന്മ സാഫല്യം കൂടിയാണ്. അതെ, അത് മാത്രമല്ല, അവിടെ ഒരു സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് ഭാരതത്തെ മുഴുവൻ അറിയാം. ഭാരതത്തിൻ്റെ മുഴുവൻ വൈവിധ്യം, വിവിധ തരത്തിലുള്ള ജനങ്ങൾ, വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ. ഇപ്പോൾ ഞാൻ നേരത്തെ അഖാഡകളുടെ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ വൈഷ്ണവ സമ്പ്രദായം, സന്യാസി സമ്പ്രദായം, ഉദാസീൻ സമ്പ്രദായം എന്ന് പറഞ്ഞു. അതുകൂടാതെ ഭിന്ന മാർഗങ്ങളിൽപ്പെട്ട യോഗികളായിട്ടും സാധുക്കളായിട്ടും സന്യാസിമാരായിട്ടും ഒക്കെയുള്ള പലതരത്തിലുള്ള പരമ്പരകൾ ഇവരുടെ എല്ലാവരുടെയും സംഗമമാണ്. പല ആചാരങ്ങൾ, വേഷം, ഭക്ഷണം, ഇങ്ങനെ എല്ലാം ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുംഭമേളയെക്കുറിച്ചാണ് സാധു ആനന്ദവനം വളരെ വിശദമായി പറഞ്ഞത്. കുംഭമേള വരികയാണ്, ജനുവരി 13 അതിൻ്റെ പ്രാരംഭമാണ്. ആദ്യത്തെ സ്നാനം എത്ര മാസമാണ്? 2 മാസം. ഫെബ്രുവരി അവസാനം വരെ, ശിവരാത്രി വരെയാണ് പ്രധാനമല്ല. ചില അഖാഡകൾ മാർച്ച് വരെ, ഏപ്രിൽ വരെ, വിഷു വരെ ഉണ്ടാവും. ഏതായാലും
ഈ 12 വർഷത്തിലൊരിക്കലാണ് ഈ കുംഭമേള വരുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് കുറച്ച് പേർക്കെങ്കിലും കുംഭമേളയ്ക്ക് പോകാനുള്ള പ്രേരണയും അവസരവും ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ സന്തോഷമാണ്. ഏതായാലും സാധു ആനന്ദവനം ABC-യിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുംഭമേള എന്താണെന്ന് പറഞ്ഞു കൊടുത്തതിൽ വലിയ സന്തോഷം. വീണ്ടും ABC-യിൽ വരണം, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കും. നമസ്തേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.